ഹലോ ഫ്രണ്ട്സ്, കൃഷ്ണ സ്റ്റേഷൻ ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടേർട്ടിൽ വൈനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടേർട്ടിൽ വൈൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് എപ്പോഴും നല്ല പച്ചപ്പോടെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ചെടി നന്നായിട്ട് വളരാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, നമ്മൾ ഈ ഒരു ടേർട്ടിൽ വൈൻ നടുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്, അതുപോലെ തന്നെ എത്രത്തോളം ഇതിന് വെള്ളം ഒഴിക്കണം, എപ്പോഴൊക്കെയാണ് ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിന് ഏത് രീതിയിൽ ഇതിന് സൂര്യപ്രകാശം കിട്ടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംശയമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് തൊട്ടിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, ചകിരിപ്പൊടി, മണൽ. അപ്പോൾ മണലിന് പകരമാണ് നമ്മൾ ചകിരിപ്പൊടി ചേർക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ടേർട്ടിൽ വൈൻ്റെ ഇല നല്ല പച്ചപ്പോടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാകുമ്പോഴാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇതിന് ഏത് രീതിയിലാണ് വെളിച്ചം തട്ടാൻ, അതായത് ഏത് രീതിയിലാണ് ഇതിന് സൂര്യപ്രകാശം വേണ്ടത്, എത്രത്തോളം വേണം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേർട്ടിൽ വൈൻ നടുമ്പോൾ രാവിലത്തെ വെയിലും അതുപോലെ തന്നെ വൈകുന്നേരത്തെ വെയിലും ഇതിനെ കൊള്ളുന്നത് നല്ലതാണ്. അത് ഡയറക്റ്റ് കൂടുതലൊന്നും അടിക്കണമെന്നില്ല, കുറച്ചായിട്ട് ഇതിനൊരു വെയിൽ കൊള്ളിക്കുക. അതുപോലെ ഉച്ചക്കത്തെ വെയിൽ ഈ ഒരു ടേർട്ടിൽ വൈനിന് കൊള്ളുന്നത് ഒട്ടും നല്ലതല്ല. കാരണം നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ ഉണങ്ങിപ്പോകാനും അത് പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്തുമാണ് നിങ്ങളിത് ഹാങ് ചെയ്യാനായിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. കാരണം കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല നമ്മുടെ ഈ ടേർട്ടിൽ വൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ മുകളിലുള്ള ഈ സോയിൽ ഡ്രൈ ആവുന്ന സമയത്ത്, അത് മുകൾ വശത്തുള്ള ഈ മണ്ണ് നല്ല ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു ചെടി നമ്മൾ ഷെയ്ഡിലാണ് വെക്കുന്നത്. അതായത് സൺഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡിലോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഡയറക്റ്റ് വീഴാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ചെടി എപ്പോഴും പ്ലാന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇതിലേക്ക് മഴയൊക്കെ വീഴുന്ന സമയത്തുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ചെടി വെക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വളപ്രയോഗമാണ്. അപ്പോൾ നമ്മൾ 2 മാസം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ 1.5 മാസം അതിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ തെളിവെള്ളവും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഒരു ദിവസം നിങ്ങൾക്ക് കുതിർത്ത് വെക്കാം. അതിൻ്റെ തെളിവെള്ളം എടുത്തിട്ട് നമുക്കിതിലേക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ലീഫ് വരാനും അതുപോലെ തന്നെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് ലീഫ് ഇരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ എല്ലാവരും ഈ ടേർട്ടിൽ വൈൻ വാങ്ങിച്ചിട്ട് ഒന്നെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് മതി ഇതിൻ്റെ നടാനായിട്ട്. അതായത് ഇത്ര പോലെയുള്ള ഈ ഒരു ചെറിയ പീസില്ലേ, ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് നട്ടു കൊടുക്കേ വേണ്ടൂ, കൂടുതൽ കെയറൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ അങ്ങ് വളർന്നോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ നട്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നട്ടു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അതുവരെ ബൈ ഫ്രം കൃഷ്ണ സ്റ്റേസി ആൻഡ്